ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കത്തിരിക്കയും തൈരും കൊണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ദഹി ബൈംഗൻ മസാലയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു വിഭവമാണ് നമ്മുടെ ദഹി ബൈംഗൻ മസാല. ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. വേറെ ഒരു കറിയുടെ ആവശ്യവുമില്ല. നോർത്ത് ഇന്ത്യൻ കറി എന്നാണെങ്കിലും തന്നെ നമ്മുടെ നാടൻ കറിയുടെ പോലെ അത്രയ്ക്ക് പൊളി ടേസ്റ്റാണ്. എരിവില്ലാത്തതിന് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. രുചികരമായ ദഹി ബൈംഗൻ മസാലയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. അത്യാവശ്യം വലിയ 2 വഴുതനങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ വഴുതന നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റോ ബൗളോ എടുത്ത ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ്. ഈ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ആ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വഴുതന ഇതിലിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാലകളെല്ലാം ഇതിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം വറുത്തെടുക്കുക. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ അല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട, അല്പം ഓയിൽ ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്ക് ഈ വഴുതന ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചും തിരിച്ചുമിട്ട് നന്നായിട്ട് ദണ്ട് ഇതുപോലെ നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ സാധനമാണ് തൈര്. അത് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു താളിപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 3-4 വെളുത്തുള്ളി അല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ താളിപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ താളിപ്പിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈരിലേക്ക് ഇതിനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ദഹി ബൈംഗൻ്റെ ദഹി തയ്യാറായി കഴിഞ്ഞു. നല്ല മുരിഞ്ഞ് സെറ്റായിരിക്കുന്ന നമ്മുടെ വഴുതനയെ ഒരു പാത്രത്തിലോ ബൗളിലോ ഒന്ന് നിരത്തി വെക്കാം. ഫ്രൈ ചെയ്തെടുത്ത വഴുതന ഈ രീതിയിൽ കഴിക്കാനും പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. ശേഷം നമ്മൾ താളിപ്പ് ചേർത്ത് തയ്യാറാക്കി വെച്ച തൈരിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദഹി ബൈംഗൻ മസാല തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായി കഴിഞ്ഞു. ഇനി കത്തിരിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. പൊള്ളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.